ഇന്ന് സാരി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 2 ചെറിയ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ കൊടുത്തിരിക്കുന്ന സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല, കുറച്ച് പഴയ സാരിയാണ്. ഒത്തിരി പേര് സാരിയുടെ ടിപ്സ് അല്ലെങ്കിൽ സാരിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇഷ്ടം അറിയിക്കാറുണ്ട്. അതുപോലെ കമന്റിലൂടെ ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ 2 ചെറിയ ടിപ്സ് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന സാരി എന്ന് പറയുന്നത് ഏത് തരക്കാർക്ക് ഇണങ്ങുന്ന അത്യാവശ്യം ഫംഗ്ഷനുകൾക്കൊക്കെ പോകാൻ പറ്റിയ ടൈപ്പിലുള്ള കോറ കോട്ടൺ അല്ലെങ്കിൽ കോട്ടയുടെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള സാരിയാണ്. ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത, അതാണ്. ഡിജിറ്റൽ പ്രിന്റ് ആണ്, ഒരിക്കലും മങ്ങില്ല. ഇത് എനിക്ക് തോന്നുന്നു 5 വർഷത്തിലധികമായി നമ്മുടെ കൂത്താമ്പള്ളിയിലെ ശിവരാഗ ടെക്സ്റ്റൈൽസിൽ ഇതാണ്. ഇപ്പൊ അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഈ പ്രിന്റ് സാരി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു ഷോപ്പിലൊന്ന് അന്വേഷിച്ചാൽ മതി, ഇത് ഇഷ്ടപ്പെടുന്നവർക്ക്. ഇപ്പൊ വേനൽക്കാലത്ത് അതിന് വലിയ ചൂടില്ല, കാരണം കോട്ട ടൈപ്പാണ്. ഒരു സിൽവർ സെറി വർക്ക് വന്നിരിക്കുന്നതാണ്, മങ്ങുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാ കളറും അവൈലബിൾ ആണ്. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ഏത് ബ്ലൗസും ഇതിന്റെ കൂടെയുള്ള കളറിൽ ഇടാൻ പറ്റും. പിങ്ക് വേണമെങ്കിൽ പിങ്ക്, അതല്ലെങ്കിൽ ഗ്രീനൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ഞാനിതിന്റെ വിത്ത് ബ്ലൗസ് തന്നെയാണ് ഞാനിപ്പോ നമ്മൾ വെയർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വണ്ണം കുറഞ്ഞവർക്കും അതുപോലെ വണ്ണമുള്ളവർക്കൊക്കെ ഒന്ന് ഒതുക്കി പ്രീപ്ലീറ്റ് ഇട്ട് ഒതുക്കി അയൺ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇപ്പൊ സാരി ഏത് പഴയതായാലും ഏത് വില കുറഞ്ഞ സാരിയായാലും അത് ഉടുക്കുന്നതിലാണ് അതിന്റെ ഭംഗി നിൽക്കുന്നത്. മറക്കേണ്ടതും മറച്ചും, അതുപോലെ നമ്മൾ നല്ല രീതിയിൽ സാരിയുടെ ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതിനു മുമ്പേ പല ടിപ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്തു. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ സാരി എടുക്കുമ്പോൾ ഈ ഫ്രണ്ടിലെ ഞെറി ഉണ്ടല്ലോ, ഈ ഞെറി നമ്മൾ പലരും ചിലവർ ഇങ്ങോട്ട് നീക്കി വെച്ച് ഉടുക്കും, ചിലവർ ഇങ്ങോട്ട് നീക്കി വെച്ചെടുക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ഇങ്ങനെ ഇരിക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ പൊക്കിളിന് മുകളിൽ വെച്ചെടുക്കും, അപ്പൊ സാരി ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് ഇങ്ങനെ പൊക്കിളിന് മുകളിൽ വെച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ശരിക്കും പൊക്കിളിന് താഴെ വെച്ച് പൊക്കിൾ മറച്ച് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ നേരെ താഴെ തന്നെ പ്ലീറ്റ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വെക്കുക. കറക്റ്റ് നേവലിന്റെ ഇത് തന്നെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് സെന്ററിൽ തന്നെ കിടക്കും. അതുപോലെ ഇങ്ങോട്ട് നീക്കരുത്, ഇങ്ങോട്ട് നീക്കരുത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഞെറി ഇവിടെ കുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ബാലൻസ് വരും അല്ലേ, അത് നമ്മൾ ഇവിടെ തന്നെ തിരികെ വെക്കാതെ ബാക്കിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കും. കാരണം ഇത് നമ്മൾ മൂടുമ്പോൾ അവിടെ ഒരു ഞെറിയായിട്ട് കിടക്കില്ല, അല്ലെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ കിടക്കില്ല. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ 2 ടിപ്സ് മാത്രമാണെന്ന് പറയുന്നുള്ളൂ. ബാക്കി ടിപ്സ് ഇനിയുണ്ട്, അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സാരി ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാലും അറിയിക്കുക. ഇത് സാരി ഉടുക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്, മറ്റുള്ളവരെ ക്ഷമിക്കുക കേട്ടോ.